ഹായ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നുവെച്ചാൽ ഇന്നങ്ങനെ കുറച്ച് വിശേഷം പറയാൻ വെച്ചിട്ട് വന്നേട്ടാ. വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ചിട്ടൊന്നും പറയാനില്ല. അപ്പോൾ ഞായറാഴ്ചയല്ലേ, ഒരു സിനിമക്കെല്ലാം പോയിട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വിശേഷം പറഞ്ഞേക്കാം, വീഡിയോ ഇട്ടേക്കാം. അപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, നമ്മൾ ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരെയും ഒന്നും അങ്ങനെ എല്ലാവർക്കും ഒന്നും ഇഷ്ടമൊന്നുമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അങ്ങനെ ഇഷ്ടമാണെന്നുള്ള ഇങ്ങനെ നടിച്ചിട്ട് അങ്ങനെ നിൽക്കുന്ന കുറേ ആൾക്കാർ, ചില ആൾക്കാർ അത് തുറന്ന് പറയുന്നു ഇഷ്ടമല്ല എന്നുള്ളത്. അങ്ങനെ പല ആൾക്കാരാണല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ അന്നേരം അങ്ങനെ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞും പോയിയെല്ലാം അങ്ങനെ കാണുന്നവരെല്ലാവരും പറയും, നമ്മൾ ഇഷ്ടം കൊണ്ടാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു വീഡിയോ എനിക്ക് എന്തെങ്കിലും കുറച്ച് നേരം ഒരു 5 മിനിറ്റ് പറഞ്ഞിട്ടൊരു വീഡിയോ ഇടുക അങ്ങനെ പറയും, എല്ലാവരും പറയും. നിങ്ങളെ വീട്ടിൽ അങ്ങനെ വീട്ടിലെ വിശേഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും നാട്ടിലെ വിശേഷങ്ങളോ കുറച്ചെന്തെങ്കിലും പറ്റില്ല അങ്ങനെ വീഡിയോ ഇടാമെന്ന് പറയും, എല്ലാവരും പറയേ. ഏടുന്ന് കാണുമ്പോൾ പുറത്തുനിന്നെല്ലാം കണ്ടു കഴിഞ്ഞാൽ ടൗണിൽ നിന്നെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരു ഏച്ചി വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരും അവരെ മോളും കൂടി ഇങ്ങനെ നടന്നു പോക്കേനു. അപ്പോൾ എന്നെ കണ്ടിട്ട് ഇങ്ങനെ വന്നിട്ട് കെട്ടിപ്പിടിച്ച് അങ്ങനെയല്ല, ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇത് പറഞ്ഞ് എടാ നിന്റെ വീഡിയോ എല്ലാം കാണലുണ്ട്, ഭയങ്കര സന്തോഷമാണ് എന്നുള്ളതൊക്കെ അങ്ങനെ പറഞ്ഞു. നീക്കെന്നാ എല്ലാ ദിവസവും വീഡിയോ ഇട്ടൂടെ, നമുക്കറിയില്ല പക്ഷേങ്കിൽ നിങ്ങൾ എവിടെ കണ്ടാലും എന്നോട് വന്നിട്ട് മിണ്ടണം കേട്ടോ. എനിക്ക് അതായത് പറയാനില്ല, നമുക്ക് ഈ സ്നേഹബന്ധങ്ങളും അതുപോലുള്ള ബന്ധങ്ങളാണ് നമുക്ക് എപ്പോഴും നിലനിൽക്കുള്ളൂ. പിന്നെ എൻ്റെ സ്നേഹബന്ധങ്ങളെല്ലാം വളരെ ഒരുപാടുണ്ട്, വലിയ പരന്ന സ്നേഹബന്ധങ്ങളാണ്, എവിടെ പോയാലും ഉണ്ട് ആൾക്കാർ. പക്ഷേങ്കിൽ ഞാൻ അടുത്ത് നിൽക്കുന്നവരോട് പെട്ടെന്ന് ദേഷ്യപ്പെടും. അങ്ങനെയുള്ളൊരു സ്വഭാവം എനിക്ക് തന്നെ പിടിക്കാത്ത ചില സ്വഭാവം ഉണ്ട് എനിക്ക്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, അത് കുറച്ച് എടുത്തുചാട്ടെല്ലാം കൂടുതലാണ്. എല്ലാം മാറ്റണം എന്നെല്ലാം വിചാരിക്കും, പക്ഷേങ്കിൽ കുറേ ശ്രമിക്കും, പക്ഷേങ്കിൽ കുറേ ഒന്നും അങ്ങനെ മാറ്റാനാകുന്നില്ല, അതാണ് അതിൻ്റെ പ്രശ്നം. പക്ഷേങ്കിൽ വേറെ ഒന്നും അവരോടൊരു ഉള്ളിലൊരു വ്യക്തി വൈരാഗ്യം വെച്ചിട്ടോ അങ്ങനെയൊന്നല്ല. പക്ഷേങ്കിൽ എന്താ പറയുക, അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവിച്ചു പോകും. പെട്ടെന്ന് അവരെന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവരെടുക്കുന്നുള്ള പ്രതികരണമോ അല്ലെങ്കിൽ മിണ്ടാണ്ടിക്കുകയോ അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ ഒരു ഒരു എന്താ പറയുക, എന്തെങ്കിലും പറഞ്ഞു അത് ഭയങ്കര ഭയങ്കര ഒരു മോശം കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അത് അത്ര അങ്ങനെയൊന്നും നമുക്കാരും അല്ലേ, ശരിയല്ലേ, നിങ്ങളെന്നെ ചിന്തിച്ച് നോക്ക്. അങ്ങനെയല്ലേ, ഇപ്പം നിങ്ങൾക്കിപ്പോൾ നിങ്ങളെ ഒരു വേണ്ടപ്പെട്ട ഒരാൾ നിങ്ങളോട് മിണ്ടാണ്ടിരിക്കുമ്പോൾ കുറേ സമയം മിണ്ടാണ്ടിരിക്കുകയോ എല്ലാം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വിളിച്ചിട്ട് തിരിച്ച് വിളിച്ച് അങ്ങനെയുള്ള ഒരു വിഷമം ഉണ്ടാവില്ലേ നിങ്ങൾക്ക്, ഒരു ദേഷ്യം വരില്ലേ? എനിക്കും അങ്ങനെ വരും, കുറച്ചധികം വരും. അന്നേരം ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകും, വായിൽ എന്തെങ്കിലും പറഞ്ഞു പോകും. അത് ഭയങ്കര പ്രശ്നമാണ്. അത് മാറ്റണം, മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എന്നാലും ഇടക്കിടക്ക് അത് കൈവന്ന് പോകും. അതാണ് വേറൊരു സ്വഭാവം. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം വർത്താനം പറയാ എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് എന്തെല്ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് ജീവിതം പൊതുവേ ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് എല്ലാ മനുഷ്യന്മാരും കടന്നു പോകുന്നത്. പിന്നെ പേഴ്സണലി ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അംബാനിക്ക് വരെ, ഏറ്റവും വലിയ പൈസക്കാരനാന്ന് പറയുന്നത് അംബാനിക്ക് വരെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആരും ഫുൾ ഹാപ്പി ആണെന്നൊന്നും ആരും വിചാരിക്കണ്ട. അവൻ നോക്കിയാട്ടെ, ഓന് ഭയങ്കര ഇതല്ലേ, ഓൻ ഭയങ്കര ഇതല്ലേ, ഓൻ നോക്കിയാട്ടെ എപ്പോഴും ചിരിച്ച് കളിച്ചിട്ടില്ലേ നടക്കുന്നത്, അല്ലെങ്കിൽ ഓന് ഇത്രപാട് പൈസയുണ്ട്, അപ്പോൾ പിന്നെ അങ്ങനെ അതുകൊണ്ട് ഓൻ ഭയങ്കര സന്തോഷമായി. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. അതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ അവസ്ഥ നമുക്കറിയാലോ. അപ്പോൾ അങ്ങനെയില്ലേ, നമ്മൾ ഭയങ്കര ഹാപ്പിയായി നിൽക്കുമ്പോൾ പോലും ചില സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വെച്ചാൽ അങ്ങനെ കുടുംബ അടിയും കുഴപ്പമല്ല, എന്തെങ്കിലും വിഷയങ്ങൾ ഫിനാൻഷ്യലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികപരമായി അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന എല്ലാവരും ഹാപ്പിയാണ്, ഓൻ ഹാപ്പിയാണ്, ഇവൻ ഹാപ്പിയാണെന്നല്ലോ. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പം അടുത്ത് അത് ഭയങ്കര വിഷമം ഉണ്ടാക്കിയൊരു കാര്യമാണ്, ആത്മഹത്യ ചെയ്തു. അപ്പം അത് ഇപ്പം ചിന്തിക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഷോക്കായിട്ട്, എന്ന് വെച്ചാൽ നമ്മളെ ഓനെടുക്കുന്ന അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു സംഭവം. അതാണ് അതിൻ്റെ പ്രശ്നം. നമ്മളിപ്പോൾ ചില ആൾക്ക് നമ്മൾ അത് അങ്ങനെ പറയില്ലേ, നമ്മളിപ്പോൾ ഓനത് ചെയ്യും, അല്ലെങ്കിൽ ഓനത് അടിക്കും, അല്ലെങ്കിൽ ഓനത് ചെയ്യും, അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരാളെടുക്ക് നമ്മളത് അങ്ങനെ സംഭവിക്കുമ്പോഴേ ഭയങ്കരം അത് ഭയങ്കര ഒരു വിഷമം എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്കില്ലേ, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് ഒരുപാട് പ്രയാസങ്ങളിലൂടെയും വിഷമങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മളിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിനാണ് പ്രയാസം അല്ലെങ്കിൽ വിഷമങ്ങൾ, നമ്മളതൊന്ന് മാറ്റിയിട്ട് ഒന്ന് മാറ്റി ജീവിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും സൊല്യൂഷനുണ്ട്, എല്ലാ കാര്യത്തിനും ഇവിടെ സൊല്യൂഷനുണ്ട്. ഇപ്പം പല കേസിൽ പെട്ടവർ പല വൃത്തികെട്ട കേസുകളിൽ അകത്തായിട്ട് പോലും ഇപ്പം വന്നിട്ട് വളരെ ഡീസൻ്റ് ആയിട്ട് ആൾക്കാരുടെ മുമ്പിൽ നടക്കുന്നില്ല, ഞെളിഞ്ഞ് നടക്കുന്നില്ല ആൾക്കാർ.
അപ്പം നമ്മളാരും അങ്ങനെ വൃത്തികെട്ട അങ്ങനെയുള്ള ഒന്നും ചെയ്തിട്ടല്ലല്ലോ നമ്മൾ പല പല പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്നത്. നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമ്മളെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് ഒന്ന് നന്നാവാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെയല്ലല്ലേ പല കാര്യങ്ങളും ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ഈ ആരാനെ ഉപദ്രവിക്കുന്ന പരിപാടിക്ക് പോകുന്നില്ല. അങ്ങനെയുള്ളവരതാണ് ഞാൻ പറയുന്നത്. ആരാന ഉപദ്രവിക്കാത്തവരെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്ക് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് പല ആൾക്കാരും പലതും പലതും ചെയ്യുന്നത്. പിന്നെ പൈസ കടം വാങ്ങിയിട്ടായാലും അങ്ങനെയെല്ലാം പലതിലും പെട്ടുപോകുന്നത്, ട്രാപ്പിൽ പെട്ടുപോകുന്നത് നമ്മൾ ജീവിക്കാനുള്ള കൊതി കൊണ്ട്. നല്ല രീതിയിൽ ജീവിക്കണം, നമ്മളെ കൂടെയുള്ളവർ ജീവിക്കണം, അങ്ങനെയെല്ലാം വിചാരിച്ചിട്ടല്ലേ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജീവിക്കാനൊരു അവസരം തരണ്ടേ? നമ്മളെ സമൂഹത്തിൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു അവസരം തരണ്ടേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം പല വീടുകളിലും ഈ ഭർതൃഗൃഹങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ഇപ്പം അടുത്തുകൂടി ഒരു കുട്ടി ആത്മഹത്യയായിട്ട് ഒരു ന്യൂസ് കണ്ടു. അപ്പോൾ ഒരുപാട് ഓപ്ഷനുകൾ നമ്മളെ മുന്നിലുണ്ട്. നമ്മൾ എന്ത് നമുക്ക് ചെറിയ വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആത്മഹത്യയിലേക്ക് ചിന്തിക്കാണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? ഇഷ്ടപ്പെടാത്ത ജീവിതം ജീവിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഇഷ്ടപ്പെടാത്തത്. നമ്മളൊന്ന് മാറിയിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ജീവിക്കാൻ വേണ്ടി നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാട്ടെ. ചിലപ്പോൾ അതിൽ മാറ്റം വരും. നമ്മളെ ഒരുപാട് ആൾക്കാർ വെറുക്കുന്നു, ഇഷ്ടപ്പെടുന്നത് ഞാനെന്തിനാ എന്നെ എല്ലാവരും ഇങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല, വെറുക്കുന്നു ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ വിട്ടിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന കാരണങ്ങൾ കണ്ടെത്തിയിട്ട് അങ്ങനെ നമ്മൾ ജീവിച്ച് നോക്കിയാട്ടെ. അപ്പോൾ നമ്മളിപ്പം ജീവിക്കുന്ന ജീവിതമാണ് നമുക്ക് മടുക്കുന്നത്. നമ്മളൊന്ന് മാറിയിട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ആ മടുപ്പ് മാറും ചിലപ്പോൾ. അങ്ങനെയെല്ലാം പല കാര്യങ്ങളുണ്ട്. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ എന്നിട്ട് നമുക്ക് ജീവിതം നമുക്ക് സന്തോഷമില്ല. ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഇതെല്ലാം. എന്നിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. നമ്മളെന്തെങ്കിലും പ്രയാസങ്ങളിൽ എത്തുന്നു. നമുക്ക് ഇപ്പോൾ തുറന്നു പറയാൻ പറ്റുന്നില്ല. ഇവരെല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമുക്ക് അവരെ വേദനിപ്പിക്കുക. അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് എന്താ പറയുക, നമ്മൾ ഇടുങ്ങി ജീവിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാർ. നമ്മളെങ്ങനെ ഇപ്പോൾ അവരെ വിഷമിപ്പിക്കുക, നമ്മളെങ്ങനെ ഇപ്പം അപ്പം എന്ത് ചെയ്യുക? നമ്മളൊന്ന് മാറിയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ആ ബൗണ്ടറിയിൽ നിന്നൊന്ന് മാറിയിട്ട് നമ്മൾ ജീവിച്ചു തുടങ്ങുക. നാളെ എല്ലാവരും നമ്മളൊപ്പം ഉണ്ടാവും. നമ്മൾ നന്നായ എല്ലാവരും നമ്മളൊപ്പം വരും. നമ്മളെ കുറ്റം പറയുന്നവർ വരും, നമ്മളെ കളിയാക്കുന്നവർ വരും. ഇവരെല്ലാവരും നമ്മളൊപ്പം നമ്മൾ നന്നായാലില്ലേ, നമ്മളതിന് കുറച്ച് പൈസയെല്ലാം വരുമ്പം, അല്ലെങ്കിൽ നമ്മളൊരു നല്ലൊരു പൊസിഷനിലെല്ലാം എത്തുമ്പോൾ എല്ലാവരും ബാക്കിൽ വരും. അപ്പോൾ ഈ കുറ്റം പറയുന്നവരാണ് അന്നും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, ഇന്നും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അതൊന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല. ചില നേരം നമ്മൾ വീണ് പോവും. അത് പ്രപഞ്ച സത്യമാണ്. എല്ലാവരും ഇങ്ങനെ ഒരു മല ഇങ്ങനെ കയറി 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 ഒറ്റ കയറലല്ല, നമ്മൾ ഇടക്കിടക്ക് വീണ് പോവും. നമ്മൾ ആ വീണെടുക്ക തന്നെ നിൽക്കാണ്ട് നമ്മൾ എണീക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തെന്ന് ചെറിയ വിഷയങ്ങൾ വന്നാലും നമ്മൾ ആത്മഹത്യനെ കുറിച്ചിട്ട് ചിന്തിക്കാണ്ടിരിക്കുക. നമുക്ക് ഒറ്റൊരു ജീവിതമേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒരു ജീവിതം. അത് ചിലപ്പോൾ നമുക്ക് പല ആൾക്കാർക്കും 30 വയസ്സ് വരെ ആവാം, 40 വയസ്സ് വരെ ആവാം, 50 വയസ്സ് വരെ കിട്ടുന്നവരുണ്ട്, 60 വയസ്സ് വരെ കിട്ടുന്നുണ്ട്, 70 വയസ്സ് വരെ കിട്ടുന്നവരുണ്ട്. അങ്ങനെ ഓരോരാൾക്കും ഓരോരോ ആയുസാണ്. അപ്പോൾ അതിനിടയിൽ നമ്മളിനി പിന്നെ തിരിച്ചിങ്ങോട്ടേക്ക് വരിക എന്നുള്ളതൊന്നും അതൊന്നും ഒരു പ്രാക്ടിക്കലല്ല. നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും പുനർജനിക്കുന്നു എന്നെല്ലാം പറയുന്നത് ഉണ്ടാവും. അങ്ങനെയെല്ലാം വിശ്വസിക്കുന്നവരുണ്ടാവും. പക്ഷേങ്കിൽ നമുക്ക് ഈ ആൾക്കാരൊപ്പരൊന്നും ജീവിക്കാൻ പറ്റൂലെന്ന്. നമ്മളെ അച്ഛനമ്മ അല്ലെ നമ്മളെ ചങ്ങായിമാർ ഇപ്പം നമ്മളെ കൂടെയുള്ളവരൊപ്പരൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മളതിന് പുനർജനിച്ച് വന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ഇതെല്ലാം ഒരു ഭാഗ്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നാൾ നമുക്ക് ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമായിരുന്നു, ഒരു ഭാഗ്യമാണ്. അത് നമ്മൾ ആസ്വദിക്കണ്ടേ? അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കണ്ടേ? നമുക്ക് വേണ്ടി ജീവിക്കണ്ടേ? അത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയാണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് പ്രയാസങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ടാവും. ഞാനും എല്ലാം ഒരു വളരെ പ്രയാസഘട്ടം കഴിഞ്ഞിട്ട് വന്ന ഒരാളാണ് ഞാനും. അപ്പോൾ ഇപ്പം പ്രയാസങ്ങളില്ലാതൊന്നല്ല കേട്ടോ, പ്രയാസങ്ങളെല്ലാം ഇടക്കിടക്കേ വന്നുകൊണ്ടിരിക്കും. ഞാനെന്നറിയാം, ചെറിയ കാര്യത്തിൽ പെട്ടെന്ന് വിഷമിക്കും. അന്നേരം ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ആ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും വളരെ സ്നേഹത്തോടെ ആയിരിക്കും, അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയും, പൊട്ടിത്തെറിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ എൻ്റെ ലൈഫിൽ നിന്ന് പോയി. കുറേ ആൾക്കാർ വരികയും ചെയ്തു, കുറേ ആൾക്കാർ പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. പിന്നെ നമ്മളത് ചിന്തിക്കും, അങ്ങനെയൊന്നും പറയണ്ടേനും, അല്ല നമ്മൾ അന്ന് അങ്ങനെ അവരോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ കൂടി ഉണ്ടാവുകയും ഇപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കും ഒരുപാട് കാര്യങ്ങൾ. പക്ഷേങ്കിൽ പറ്റിപ്പോയില്ലേ, ഇതിൻ്റെ പാർട്ടി കാര്യമില്ല. നമ്മളെടുക്കുന്നത് സംഭവിച്ചു കഴിഞ്ഞു. നമുക്ക് ഭൂതകാലം നമുക്ക് എങ്ങനെയും മാറ്റാൻ കഴിയില്ല, ഒരാളെയും ഭൂതകാലം മാറ്റാൻ കഴിയില്ല, നമ്മൾ സംഭവിച്ചു പോയതല്ലേ. പക്ഷെ നമുക്ക് ഈ വർത്തമാന കാലത്ത് നമ്മൾ ഈ പ്രസൻറ്റിൽ നമുക്ക് അത് മാറ്റിയിട്ട് നമ്മുടെ അടുക്കും പറ്റി തെറ്റ് തിരുത്താനൊരു അവസരം തരുന്നതാണെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരുത്താൻ ഈ പ്രസൻറ്റിലേ ചാൻസ് ഉള്ളൂ. നമുക്ക് ഭൂതകാലം തിരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല, ഭാവിയിലേക്ക് അത് വെക്കാൻ കഴിയില്ല. നമുക്ക് ഇപ്പം അത് തിരുത്താം. ഇപ്പം അത് തിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിലേക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും തെറ്റെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തിരുത്താൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ എല്ലാവരും. പുറത്തു കൊടുക്കാൻ പറ്റുന്ന തെറ്റുകളെല്ലാം നമ്മളോട് ആരെങ്കിലും ചെയ്യുന്നത് നമ്മൾ പുറത്തു കൊടുക്കുക.
അപ്പോൾ അങ്ങനെ ഇങ്ങനെ സ്നേഹിച്ചിട്ട് പരസ്പരം മുന്നോട്ടേക്ക് പോകാന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ഇതെല്ലാം എന്നാ ഇങ്ങനെ പറയുന്നത് വെച്ചാൽ നമുക്ക് ഒരുപാട് ജീവിതത്തിൽ അനുഭവങ്ങൾ വരുമ്പോൾ എന്തെല്ലോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇങ്ങോട്ടേക്ക് ചിന്തിക്കുമ്പോൾ ഒരുപാട് പണികൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് മേഖലയിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ആൾക്കാരിലൂടെ ഇഷ്ടപ്പെട്ടിട്ടും ഇഷ്ടപ്പെടാണ്ട് അങ്ങ് ദൂരെ എവിടെയോ ഉള്ള ആൾക്കാരെല്ലാം എനക്കെതിരെ എന്താ പറയുക, പിന്നെ ഒരു ഇതും ഇല്ലാണ്ട് വെറുതെങ്കിലും നമ്മൾ പരിചയപ്പെട്ടിട്ട് അവരെടുക്കുന്ന പ്രാക്ക് പണിക്ക് വന്നതില്ല. അങ്ങനെയെല്ലാം പ്രാക്ക് പണിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ഇപ്പം വിളിച്ച് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു 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 ബന്ധവും ഇല്ലാത്ത ഒരു സ്ഥലത്തുനിന്ന് വിളിച്ചിട്ട് ദിവസവും വിശേഷങ്ങൾ മെസ്സേജ് അയക്കുന്നവരുണ്ട്. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് അങ്ങനെ ഇങ്ങനെയെല്ലാം പോകുന്നതാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഹാപ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഹാപ്പി ആയിരിക്കുക എന്നുള്ളത് നമ്മളെ തന്നെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഹാപ്പി ആയിരിക്കുക, നമ്മളെ കൂടിയുള്ളവരെ മാക്സിമം സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെയല്ലല്ലേ ഓരോ മനുഷ്യന്മാർ ഓരോരോ ജീവിത സാഹചര്യങ്ങളല്ലേ. അപ്പോൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാൻ നോക്കുക. നമ്മൾ പുതിയ പുതിയ ജീവിതം, പുതിയ പുതിയ മേഖലകൾ, പുതിയ പുതിയ ജീവിത സാഹചര്യത്തിൽ എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പുതിയത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ കണ്ടെത്തുക. അല്ലാണ്ട് വേറെ ഇതിന് വഴിയില്ല. നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് വേറെ വഴിയില്ല. ഇത് ഞാൻ പറയുന്നത് ഫിനാൻഷ്യലി എന്നുള്ളതല്ല കേട്ടോ ഞാൻ പറയുന്നത്. എല്ലാവരും പൈസ കൊടുത്തിട്ട് സഹായിക്കുക, അല്ലെങ്കിൽ പൈസ 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 എല്ലാം പൈസേൻ്റെത് മാത്രമല്ല. ഞാൻ പറയുന്നത് ചില ആൾക്കാർക്ക് എന്താ വേണ്ടി വരും അറിയാം, പൈസയൊന്നുമല്ല. ചില ആൾക്കാർക്ക് അവരുടെ മനസ്സിലൊരു ഇടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അതേപോലെ കാണുന്നില്ല എന്നുള്ള തോന്നലായിരിക്കും, അല്ലെങ്കിൽ നമ്മളോട് അവർ സംസാരിക്കുന്നില്ല എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ അവർ മറന്നുപോയോ എന്നുള്ള തോന്നലായിരിക്കും. അങ്ങനെ പല കാരണങ്ങളായിരിക്കും നമുക്ക് ഒരു വ്യക്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടേണ്ടി വരിക. അപ്പോൾ അത് നമുക്ക് കിട്ടാണ്ടാവുമ്പോൾ അത് നമ്മൾ പ്രയാസത്തിലേക്കും വിഷമത്തിലേക്കെല്ലാം പോവുക. നമ്മളുണ്ടല്ലോ ഇതെല്ലാം കാണിക്കുന്ന ദേഷ്യവും ഇതെല്ലാം കാണിക്കുന്ന നമ്മളെ വളരെ വേണ്ടപ്പെട്ട നമ്മൾ സ്നേഹിക്കുന്നവരോട് മാത്രമേ നമ്മൾ കാണിക്കൂ. അല്ലാണ്ട് പെരിയെ കൂട്ട് പോകുന്ന ആരോട് എങ്ങും പെരടിക്ക് വരുമോ നമ്മളില്ല, ആരും ചെയ്യില്ല. നമ്മളിപ്പം ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യനോട്, അച്ഛൻ അമ്മേനോട്, മക്കൾ അമ്മേനോട്, അച്ഛനും അമ്മയും മക്കളോട്, മക്കൾ അച്ഛനും അമ്മേനോട്, ഏട്ടൻ അനിയനോട്, അനിയൻ ഏട്ടൻ, അങ്ങനെ വളരെ അടുത്ത ആൾക്കാരോടെ നമ്മൾ ദേഷ്യപ്പെടുള്ളൂ. അത് നമുക്ക് അവരെ അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അപ്പം അത് എല്ലാവർക്കും ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല. അന്നേരമാണ് അത് തെറ്റിപ്പോകുന്നത്. ബന്ധം സംസാരിക്കാണ്ടാവും, പിന്നെ അത് വഷളായി പോവും. അങ്ങനെ ഗ്യാപ്പ് വന്നിട്ട് പിന്നെ അവർ ജീവിതത്തിൽ നിന്നേ മാറിപ്പോകും. അങ്ങനെയാണ് പല പ്രശ്നങ്ങളും. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ ആരോടെങ്കിലും തെറ്റിയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റാണ് നിങ്ങളോട് ചെയ്തിട്ടുള്ളത്, എന്നിട്ടും നമുക്ക് ചെറിയ ഈഗോൻ്റെ പേരിലാണ് നമ്മൾ തെറ്റി നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആദ്യം അവരെ ഫോൺ വിളിക്കുക. എന്നിട്ട് പറയുക, എന്ത് പറയുക, എടാ ഞാൻ ഇങ്ങനെ പറ്റിപ്പോയതാണ്, നമുക്ക് നല്ല സുഹൃത്തുക്കളായിട്ട് തുടർന്നൂടെ എന്നുള്ള കാര്യത്തിൽ അവരോട് സംസാരിക്കുക. ഇനി നേരെ മറിച്ച് നിങ്ങളോട് ആരെങ്കിലും പണങ്ങി നിൽക്കുന്നുണ്ട്, നിങ്ങളോട് എന്തോ തെറ്റ് ചെയ്ത്, എന്നിട്ട് നിങ്ങളത് ക്ഷമിക്കാൻ തയ്യാറല്ല, പക്ഷെ ക്ഷമിക്കണം എന്നുണ്ട്, പക്ഷെ നമ്മളെ ഈഗോ സമ്മതിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവരോട് വിളിച്ചിട്ട് പറയാം, എടാ നീ അന്ന് സോറി പറഞ്ഞിട്ടില്ലേ, അതൊന്നും വേണ്ട, നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് പഴയ പോലെ തന്നെ പോവാം എന്ന് പറയാൻ വേണ്ടി പറ്റണം. എല്ലാവരും ഹാപ്പി ആയിരിക്കും കേട്ടോ. ഓക്കെ, ആകാശം നല്ല രസം കേട്ടോ കാണാൻ. ഇപ്പോൾ ഈ റോഡെല്ലാം വികസിച്ച പിന്നെ ഇല്ലേ ഭയങ്കര പേടിയാണ് ഇങ്ങനെ മുറിച്ച് കിടക്കാൻ. ഇവിടെ കുറെ ചെറുപ്പക്കാർ ഇങ്ങനെ സിനിമയില് വരണമെന്ന് നീ എന്നെ എടുത്തോ സിനിമ? ഇത് നമ്മളെ നാട്ടില് നമ്മളിവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പൊ ഇപ്പൊ കൊറേ ഇരിക്കാത്ത സിനിമ കാണാൻ. ഹരി, വിഷ്ണു, സിദ്ധു, ഞാൻ ആടുന്ന് കൊറേ വീഡിയോ എടുത്തു. കൊറേ നിങ്ങളെല്ലാം കുറ്റം പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ട്. അതിന്റെ ലാസ്റ്റ് നിങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടിട്ട് വന്നത്. നമ്മള് കുറച്ച് കുറ്റം പറയാം. അപ്പൊ അങ്ങനെ നിങ്ങളങ്ങനെ എല്ലാരും ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കാണ്ട് ഇടക്ക് ഇതെല്ലാം വന്ന് ചങ്ങായിമാർപ്പന്നെ ഇരുന്ന് വർത്താനം പറയാല്ലേ. ഇന്ന് ഫുൾ മോട്ടിവേഷൻ ആണ്. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ വന്നിരുന്നിട്ട് ചങ്ങായിമാർപ്പനും ഇതെല്ലാം ബാക്കി ഉണ്ടാവും അല്ലേ. കുറെ കഴിഞ്ഞാൽ എല്ലാവരും പണിക്കെല്ലാം കയറി പോയി കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് എല്ലാരും ഇങ്ങനെ ജീവിതം എൻജോയ് ചെയ്യാ. തങ്കൊല്ലാണ് ജീവിതം എൻജോയ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാ. പെണ്ണ് കല്യാണ കയ്യിലാട്ടാ. ഫാറ്റി ലിവറിൽ അപ്പൊ അങ്ങനെയല്ല ഉള്ളേ.